സൂര്യനെല്ലി കേസിൽ പ്രതിയേർക്കപ്പെട്ടത് 42 പേർ. ഇവിടെ പ്രതികളുടെ എണ്ണം 58. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട കേസ് പ്രതികളുടെ എണ്ണം കൊണ്ട് പ്രഥമ സ്ഥാനത്താണ്. മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിന്റെ 4ാം ദിവസമാണ് നിർണായക വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നത്. സഹപാഠികളും നാട്ടുകാരുമായ കസ്റ്റഡിയിലുള്ള കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. പിടിയിലായവരിൽ നവവരനും അടുത്ത ദിവസം വിവാഹം തീരുമാനിക്കപ്പെട്ട യുവാവും ഉൾപ്പെടും. പെൺകുട്ടി 5 തവണ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നാണ് കണ്ടെത്തൽ. ശനിയാഴ്ച പിടിയിലായ റാന്നി മന്ദിരമ്പടി സ്വദേശി പി ദീപുവിന്റെ ഇടപെടലാണ് 1 വർഷത്തിന് മുൻപുണ്ടായ 2 കൂട്ടബലാത്സംഗങ്ങൾക്ക് വഴിവെച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നേരിൽ കണ്ടു. തുടർന്ന് കൂട്ടുകാരായ 2 പേർക്കൊപ്പം കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. മന്ദിരമ്പടിയിലെ റബ്ബർ തോട്ടത്തിന് സമീപം പാർക്ക് ചെയ്ത വാഹനത്തിൽ വെച്ച് ദുരുപയോഗം ചെയ്തു. ശേഷം ഓട്ടോറിക്ഷയിലെത്തിയ 2 പേർക്ക് കൈമാറി. അവരും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി. ഇതിൽ 4 പേരാണ് പ്രതികൾ. മറ്റൊരു ദിവസം യുവാക്കൾ പ്രക്കാനം തൊട്ടുപുറത്തേക്കാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. അടച്ചിട്ടിരുന്ന കടയ്ക്ക് വെളിയിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം പീഡിപ്പിച്ചു. പിന്നീട് വീടിന് സമീപം ഇറക്കി വിട്ടുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇലവുംതിട്ട, പത്തനംതിട്ട, മലയാലപ്പുഴ, പന്തളം സ്റ്റേഷനുകളിലായി 29 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്.